സുഹൃത്തുക്കളെ, ഞങ്ങൾ കാസർഗോഡ് പോകുന്ന വഴിക്ക് മട്ടന്നൂർ നടുവനാട് എന്ന ഗ്രാമത്തിലെത്തി. കണ്ണൂർ ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രാവിലെ കേട്ടോ ഞങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു. വന്നപ്പോൾ വേറൊരു ടെസ്റ്റും കൂടി. ഇന്ന് നമ്മൾ വന്ന വീടിന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ വീടൊന്ന് കാണാം. ഇത് ആരുടെ വീടായിരുന്നു? നിങ്ങളെ വീടാണല്ലേ? എന്തായാലും നിങ്ങൾ വീടിന്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഭംഗിയുള്ള വീടാട്ടോ. നല്ല അടിപൊളി സിറ്റ് ഔട്ട് കാര്യങ്ങളുണ്ട്. പിന്നെ ഹാളിലേക്ക് കയറിയാൽ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ഒരുപാട് നല്ല ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ, ലൈറ്റ് വർക്ക്, എല്ലാ വർക്കും ചെയ്തിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും കാണാൻ ഇതിൻ്റെ ഈ മെയിൻ ഹാളിലേക്ക് വന്നാൽ ഇവിടെ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ചെറിയൊരു ഫാമിലി ഡൈനിങ് ഏരിയ, പിന്നെ നല്ല സ്റ്റെയർ വർക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് കേട്ടോ. അപ്സ്റ്റെയർ നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയുള്ള വീടാണ്. അതുപോലെ ജസ്റ്റ് നമുക്കൊരു ഒരു റൂമിൻ്റെ വ്യൂ നോക്കിയേ, നല്ല ഭംഗിയുള്ള റൂം. റൂമിന് കളറാക്കിയിട്ട് കൊടുത്തതാണ്. നല്ലൊരു മാച്ചുള്ള കളറും. എന്തായാലും മാഷാ അല്ലാ നല്ല വീട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ണൂരുകാരൊക്കെ നമ്മളെ എവിടെ പോയാലും സ്വീകരിച്ച് നല്ല അടിപൊളി ഭക്ഷണം തരും. പിന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കവിച്ചു വെക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വിഭവത്തിൻ്റെ കാര്യത്തിലും അത് നല്ലൊന്ന് റാഹത്തായിട്ടുള്ള ഭക്ഷണം. പിന്നെ നമ്മുടെ മൂത്താപ്പ ഇവിടെ ഉണ്ട്. മൂത്താപ്പല്ലേ? മൂത്താപ്പ ഇവിടെ ഉണ്ട്. അപ്പൊ മൂത്താപ്പാനെ ഒഴിവാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ ഭക്ഷണവും നിങ്ങളെ സ്നേഹവും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ. ഇതുപോലെ ഇന്നൊരു സന്ദർഭങ്ങളിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അത്രേ ഉള്ളൂ. ഈ സംരംഭത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ട ഹലാലായ ഒരു സ്വാലിയ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.